എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറേ കാലമായി ഇങ്ങോട്ടേക്കൊന്ന് വന്നിട്ട് പലവിധ കാരണങ്ങൾ കൊണ്ടുമാണ് വരാതിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു വിഭവമൊക്കെ ആയിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. എല്ലാവരും കാണണം, അഭിപ്രായം പറയണം, സഹകരിക്കണം. ഇന്നിപ്പോൾ ഇതെന്താണെന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് നമ്മളെ ഇവിടുത്തെ അല്ല, ഊട്ടിയിലത്തെയാണ്. മുള്ളങ്കിയാണ്. നമ്മളിവിടെ കിട്ടുന്നത് ഇതേപോലത്തെ മുള്ളങ്കിയാണ്. ഇതിൻ്റെ ഈ കളറ് റെഡ് കളറുള്ളതുകൊണ്ട്, പക്ഷേ അവിടെയും ഉണ്ട് 2 കളറും. അപ്പോൾ ഊട്ടിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ ഇതുകൊണ്ടിന്നൊരു വിഭവം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. പിന്നെ ഇതെന്ന് പറയുന്നത് മുള്ളങ്കിയുടെ ഇലയാണ്. ഈ ഇല അവിടെയുള്ളവരൊക്കെ ഉപ്പേരി വയ്ക്കും. ഞാനും ഉപ്പേരി വെച്ച് നോക്കി, നല്ല ടേസ്റ്റാണ്. ഇതുകൊണ്ടും അതേപോലെ ഇതും ഊട്ടിയിലത്തെ 2 ക്യാരറ്റ് കൊണ്ടാണ്. ഇതിൻ്റെ ഇല ഒരുപാടുണ്ടാകും, പക്ഷെ അത് ഉപ്പേരി വയ്ക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ആ 2 ക്യാരറ്റും കൂടി നമുക്കിതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഈ ഇലയും കൂട്ടി ഈ മുള്ളങ്കിയും കൂട്ടി നമുക്കൊരു ഉപ്പേരി ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾക്ക് ഇത് കഴുകി ഉണക്കി വെച്ച സാധനമാണ്. എന്നാൽ അല്ലെങ്കിൽ ഇപ്പോൾ വല്ലാതെ വെള്ളം അങ്ങനെ ഉണ്ടാകും. അപ്പോൾ നമുക്കിതിൻ്റെ മേലത്തെ തോല് കുറച്ചും കൂടിക്ക് വരണ്ടി കളയാം. വേണമെന്നില്ല, എന്നാലും കുറച്ച് കളയാം. നമുക്ക് ചെറുതായിട്ട് മുറിക്കണം. വളരെ കുഞ്ഞാന്ന് വേണം മുറിച്ചെടുക്കാൻ. അപ്പോൾ അത് പെട്ടെന്ന് നമുക്കിതിൽ വെള്ളം ഒഴിക്കില്ല. വെള്ളം ഒഴിക്കാതെ ആവണമെങ്കിൽ ഇത് ചെറുതായിട്ട് മുറിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. അപ്പോൾ അത് വേഗം നമുക്ക് മുരിഞ്ഞ് കിട്ടും. മുള്ളങ്കിയുടെ ഉള്ളിൽ തന്നെ ജലമുണ്ട്, ജലത്തിൻ്റെ അംശമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉപ്പേരിക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കണ്ട. വെള്ളം ഒഴിക്കും തോറും അതിന് വേറെ രുചിയില്ലായ്മ വരും. അപ്പം വെള്ളമില്ലാതെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ശരിയായ രുചിയോടെ നമുക്കുണ്ടാക്കാം. അതിൻ്റെ കൂടെ നമുക്ക് 2 ക്യാരറ്റ് കൂടി മുറിച്ച് ചേർക്കാം. ക്യാരറ്റിൻ്റെ ഗുണവും നമുക്ക് കിട്ടും, മുള്ളങ്കിയുടെ ഗുണവും കിട്ടും. ഒരു ഉപ്പേരിയിൽ തന്നെ വ്യത്യസ്ത ഗുണങ്ങളും വ്യത്യസ്ത ടേസ്റ്റും നമുക്ക് കിട്ടും. മുള്ളങ്കിയുടെ തണ്ടും ഇലയുമാണ്. അപ്പോൾ ഈ ആദ്യത്തെ തണ്ട് മുറിച്ച് കളഞ്ഞാൽ നമുക്ക് ഈ തണ്ട് ഉപയോഗിക്കാം. നമ്മൾ ക്യാരറ്റ് മുറിച്ച പോലെ തന്നെ ഒന്ന് കീറിയിട്ട് അങ്ങോട്ടേക്ക് കുഞ്ഞാക്കി മുറിച്ചാൽ മതി. എന്നിട്ട് ഇലയുടെ കൂടെ ഇടരുത്. നമ്മൾ മുറിച്ച് വെച്ച ക്യാരറ്റിൻ്റെയും മുള്ളങ്കിയുടെയും കൂടെ വേണം ഈ തണ്ടിടാൻ, അല്ലെങ്കിൽ തണ്ട് വേവില്ല. ഇല മാത്രം ആകുമ്പോൾ ലാസ്റ്റ് കുറച്ച് ചൂടോടെ തന്നെ നമുക്ക് വെന്ത് കിട്ടും. പക്ഷേ ഇത് അതിൻ്റെ കൂടെ തന്നെ ഇടണം. ഒരു പാൻ അടുപ്പത്തോട്ട് വയ്ക്കാം. അത് ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിക്കും. ഒരു സ്പൂണ് കടുകിട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ടേ. ഒരു 12 ഉള്ളിയോളം ഉണ്ടാകും. അത് ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. അതൊന്ന് അങ്ങോട്ടേക്ക് വഴറ്റി ചൂടാകുമ്പോഴത്തേക്കും ചെറിയ 2 പച്ചമുളക് മുറിച്ചെടുത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ എരിവ് കൂടുതലാക്കാം. അതിലോട്ട് ചെറുതായി മുറിച്ച 1 സ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുക്കും. ഒരു 1/4 ടീസ്പൂണോളം ഉണ്ടാവും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് വാടുന്നത് വരെ ഒന്ന് ചൂടാക്കാം. കുറച്ചിട്ട് കൊടുക്കാം.
നമ്മൾ മുറിച്ച് വെച്ച ഇലയുടെ ഞെട്ടി, ക്യാരറ്റ്, നമ്മൾ മുള്ളങ്ങി ഒക്കെ കൂടി ഇലക്കിട്ട് കൊടുത്ത് വഴറ്റാം. ഇതിലോട്ട് ഇലയിടാം. നല്ലോണം അങ്ങോട്ട് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ ചൂട് കൊണ്ട് ഇല തന്നെ വരും, വെള്ളം ഒഴിക്കരുത്. ഒരു സെക്കൻഡ് ഒന്ന് മൂടി വയ്ക്കാം, എന്നിട്ട് തുറക്കും. വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് ആവി കുറച്ച് കയറിയ ആവിയിൽ വരും. ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. നമുക്കതിലോട്ട് ഈ കപ്പ തേങ്ങ ചരിക്കിയത് ഇട്ടിട്ട് ഇളക്കാം. ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. ഉഗ്രൻ ഉപ്പേരി. ഈ ക്യാരറ്റിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. ക്യാരറ്റ് നമ്മളെ മുടിക്ക് കളർ കൊടുക്കാനും, കളറെന്ന് പറഞ്ഞാൽ റെഡൊന്നുമല്ല, ബ്ലാക്ക് നിലനിർത്താനും, അതുപോലെ കണ്ണിന് കാഴ്ച കിട്ടാനും, കണ്ണിൻ്റെ കേടുപാടുകൾ തീർക്കാനും, സ്കിന്നിനൊക്കെ നല്ലതാണ്. അതുപോലെ മുള്ളങ്കി, അതിൽ വെള്ളത്തിൻ്റെ അംശം, ജലാംശം കൂടുതലുള്ളതാണ്. സാമ്പാറിലൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റിയാണ്. വിവിധ ഗുണങ്ങളും ഉണ്ട്. പിന്നെ ഇലക്കറീൻ്റെതും അറിയാമല്ലോ, ശരീരത്തിനും മുടിക്കും കണ്ണിനും ഇല്ല. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് 3-4 വിധത്തിലുള്ള പോഷക പദാർത്ഥങ്ങൾ ലഭിക്കും. വെള്ള കിട്ടുമ്പോൾ വെള്ളം കൊണ്ട് ഉണ്ടാക്കുക, ചുവപ്പ് കിട്ടുമ്പോൾ ചുവപ്പ് കൊണ്ട് ഉണ്ടാക്കുക. ക്യാരറ്റ് പിന്നെ സുലഭമാണ്, എപ്പോഴും കിട്ടും. ക്യാരറ്റും ചീരയും കൊണ്ട് ഇതുപോലെ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും അഭിപ്രായം എഴുതണം, സഹകരിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.